തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന ഇടത്താണ് സ്ഫോടനമുണ്ടായത്. തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിശദാംശങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, എന്താണ് സംഭവിച്ചത്? തീ പടരുന്ന ഒരു സാഹചര്യമാണോ? പല ഭാഗങ്ങളിലും സൂക്ഷിച്ചിരുന്ന പടക്കങ്ങളിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? KP അല്പസമയം മുമ്പാണ് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പുരയ്ക്ക് കമ്പപ്പുരയ്ക്ക് തീ പിടിച്ചിട്ടുള്ളത്. മുണ്ടത്തിക്കോട് ആണ് ഈ ഒരു വെടിക്കെട്ട് പുര സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് അല്പം മുമ്പ് ഒരു തീപ്പൊരി ഉണ്ടാവുന്നു. അത് വളരെ വേഗത്തിൽ പടരുന്നു. അതേപോലെ തന്നെ ആ പ്രദേശങ്ങളിലേക്കെല്ലാം തീ പടരുന്നു. പിന്നീട് സംഭവിച്ചത് നമുക്കെല്ലാവരും ഏറ്റവും അധികം ആശങ്ക ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. വലിയ പൊട്ടിത്തെറിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 40-45 തൊഴിലാളികൾ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് അവിടെ ഈ തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളല്ലേ, പൂരത്തിന് വേണ്ടിയിട്ടുള്ള വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. ഇന്നിപ്പോൾ ഇനി 5 നാൾ മാത്രമാണ് തൃശ്ശൂർ പൂരത്തിനുള്ളത്. അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്നത് ഈ സാമ്പിൾ വെടിക്കെട്ട് അടക്കമാണ്. അതിനുള്ള അവസാന വട്ട തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പുരയ്ക്ക് തീ പിടിച്ചിട്ടുള്ളത്. ആദ്യം ഈ പ്രവേശന കവാടത്തിന് സമീപത്താണ് തീ പടർന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം വലിയ രീതിയിൽ പുകയും അതേപോലെ തന്നെ പൊട്ടിത്തെറിയും ഉണ്ടായി എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 40-45 തൊഴിലാളികൾ ഒരേ സമയം തൊഴിൽ ചെയ്യുന്നതിനിടയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന സംഭവം. അതായത് ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു, എത്രത്തോളം പരിക്കുകളുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊന്നും ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ആ പ്രദേശത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ആ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലും ഈ വെടിക്കെട്ട് ശാലയുടെ വെടിപ്പുരയുടെ പല ഭാഗങ്ങളിലും പൊട്ടിത്തെറികൾ വീണ്ടും ഉണ്ടാവുന്നത് വലിയ ഈ സാമ്പിൾ വെടിക്കെട്ട് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തിരുവമ്പാടിയുടെ ഈ വെടിക്കെട്ട് കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് എത്രമാത്രമാണ് അതിന്റെ വ്യാപ്തി എന്ന് നമുക്കറിയാം. കാരണം വൈവിധ്യങ്ങൾ ഓരോ വർഷവും പരീക്ഷിക്കുന്ന ഒരു വെടിക്കെട്ട് തന്നെയാണ് പൂരമഹോത്സവത്തിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള വെടിക്കോപ്പുകൾ സംഭരിച്ച അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ജാഗ്രതയിലാണ് അധികൃതർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കൂടുതൽ തീ പടർന്നു പിടിക്കാനുള്ള ഒരു ജാഗ്രത ഇടപെടലാണ് ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് പടക്കത്തിന് തീ പിടിച്ച ഭാഗത്ത് പിടിച്ചു. ഇനി ഇരിക്കുന്ന ഭാഗങ്ങളിലേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ തീ പടരുക, അതായത് ഒരു കമ്പപ്പുരയാണ്, അവിടെ എത്രത്തോളം ഈ വെടിമരുന്നുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ പൂരമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടാണ് തൃശ്ശൂർ നടക്കാനിരിക്കുന്നത്. അതിന് ആനുപാതികമായിട്ടുള്ള നിലയിലുള്ള ഈ വെടിമരുന്നും അതേപോലെ തന്നെ ആ പൊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു വസ്തുക്കളൊക്കെ അവിടെ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇന്ന് രാവിലെ കൂടി KP നമ്മളവിടെ പോയതാണ്, വെടിക്കെട്ട് പുരയിൽ പോയതാണ്. അവിടുത്തെ തയ്യാറെടുപ്പുകൾ, വാർത്തകൾ നമ്മൾ സ്റ്റോറിയാക്കുന്നതിന് വേണ്ടി പോയതാണ്. അപ്പോഴും ആ സമയത്ത് കൂടി അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ നടത്തുന്നതെന്നാണ് പറഞ്ഞ്. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം, എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ അതിൻ്റെ വ്യാപ്തി എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. കാരണം സുരക്ഷാ മുൻകരുതലുകളൊക്കെ പല ഭാഗങ്ങളിലുണ്ടെങ്കിലും ഇത്രയും വലിയൊരു സംഭരണ ശേഷിയുള്ള പ്രദേശത്തൊക്കെ അതൊക്കെ എത്രത്തോളം പര്യാപ്തമാകുമെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. എന്തായാലും അവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. ആർക്കൊക്കെ പരിക്കേറ്റു, എത്രത്തോളം ഗുരുതരമാണ് സാഹചര്യം എന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. നമ്മൾ അങ്ങോട്ടുള്ള യാത്രാ മധ്യയിലാണ്. എന്തായാലും പരിക്കേറ്റവരെ, അവിടെ പരിക്ക് പറ്റിയവരെയൊക്കെ അന്നേരം തന്നെ തൊട്ട് സമീപത്തുള്ള തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയും നമുക്ക് ലഭിക്കുന്നുണ്ടെന്നപ്പോൾ ഇനി എന്തൊക്കെയാണ് അവിടെ 40-45 തൊഴിലാളികൾ ഒരേ സമയം തൊഴിലെടുക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള അത്യാഹിതം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഇനി വരുന്ന മണിക്കൂറുകളിൽ അല്ലെ വരുന്ന നിമിഷങ്ങളിലായിരിക്കും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവുക. കാരണം തൃശ്ശൂർ നഗരത്തിൽ നിന്ന് അല്പം ദൂരെയാണ് ഈ വെടിക്കെട്ട് പുരയുള്ളത്. തിരുവമ്പാടിയുടെ ആളൊഴിഞ്ഞ പ്രദേശത്താണ് ഈ വെടിക്കെട്ട് പുര സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആളൊഴിഞ്ഞ പറമ്പല്ല, ആളൊഴിഞ്ഞ ഒരു പാടശേഖരത്തിന് നടുവിലാണ് ഈ വെടിക്കെട്ട് പുര സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തണം. അതേപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറി ഉണ്ടായാൽ തന്നെ ജീവനക്കാർക്ക് ഓടി പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യതയും, അത് തുറന്നൊരു പ്രദേശം കൂടി ആയതുകൊണ്ട് അതിനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും
ഉണ്ടാകാമെന്നുള്ള ഒരു ആശ്വാസം കൂടി അവിടെയുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ നമ്മൾ അവിടേക്ക് യാത്രാമധ്യയാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അവിടെ എത്താൻ സാധിക്കും. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നു. അഗ്നിരക്ഷാ സേനയും ഒപ്പം തന്നെ നാട്ടുകാരും പോലീസും ഒക്കെ ഊർജിതമായിട്ട് അവിടേക്ക് എത്തപ്പെട്ടിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 40ഓളം തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ? ഒപ്പം ഈ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും 45ഓളം തൊഴിലാളികൾ അവിടെ ഒരേ സമയം തൊഴിൽ ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായിരുന്നപ്പോൾ. പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പരിക്കുകൾ ഉണ്ടാകും. അത് എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം അവിടേക്ക് എത്തിയാൽ മാത്രമേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും ഈ പോകുന്ന വഴികളിലെല്ലാം പുകപടലങ്ങളിൽ കാണാനുണ്ട്. അപ്പോൾ തന്നെ അത് എത്രത്തോളം ഗുരുതരമായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ നമുക്ക് അവിടുന്ന് ഈ പൊട്ടിത്തെറി ഉണ്ടായ പ്രദേശങ്ങളിൽ നിന്നുള്ള ആംബുലൻസുകളൊക്കെ വളരെ വേഗത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിക്കേറ്റവരെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്, പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നുണ്ട്, ചികിത്സ നൽകാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും വഴിയടക്കം ഒഴിച്ചിട്ടിരിക്കുന്നു, വഴിയടക്കം ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വെടിക്കെട്ട് പുരയുടെ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള ആ ഒരു വഴി ഇപ്പോൾ വിജനമായി കിടക്കുകയാണ്. കാരണം ആംബുലൻസുകൾക്കും അതേപോലെ തന്നെ അവശ്യ സർവീസ് ആയിട്ടുള്ള മറ്റ് വാഹനങ്ങൾക്കും ഒക്കെ എത്രയും വേഗം എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും ഈ വഴികളിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചെറുപ്പക്കാരൊക്കെ നിന്ന് വഴികളൊക്കെ കാട്ടി വളരെ തടസ്സങ്ങളൊക്കെ നീക്കി കൊടുക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് ഈ യാത്ര മധ്യേ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായതായിട്ടാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. കാരണം വെടിപ്പുരയായതുകൊണ്ട് തന്നെ അത് കാഷ്വാലിറ്റി എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്ന ജോലികളൊക്കെ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. അതേപോലെ 45 തൊഴിലാളികളാണ് അവിടെ ഉള്ളത്. നമുക്കിപ്പോഴും കേൾക്കാം വെടിവെച്ചുകൾ. ഈ സ്ഥലത്തേക്ക് എത്തുമ്പോഴും വെടിവെച്ചകൾ അവിടെ കേൾക്കുന്നു. തിരുവമ്പാടി വിഭാഗം തയ്യാറാക്കി വെച്ചിരുന്ന, തൃശ്ശൂർ പൂരത്തിന് തയ്യാറാക്കി വെച്ചിരുന്ന വസ്തുക്കളൊക്കെ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട് KP. അപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല, തീ ഇപ്പോഴുമുണ്ട്. വെടിക്കെട്ട് ഇപ്പോഴും ആ സംഭവങ്ങളിലൊക്കെ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അവിടേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ, കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും KP. യെസ്, അല്പസമയത്തിലേക്ക് തന്നെ സാനു അവിടെ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. യാത്രാ മധ്യയാണ്. അപ്പം സാനു, കൃത്യം എത്ര മണിക്കാണ് ഈ ഒരു സ്ഫോടനം അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അപ്പം പ്രാഥമികമായി ഇതിൻ്റെ ഒരു കാരണം, അതുമായി നമുക്ക് ബന്ധപ്പെട്ടവരെ മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? KP, ഇപ്പോൾ നമുക്ക് ആരുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദേവസ്വമായിട്ടോ മറ്റ് അധികൃതരുമായിട്ടോ ഒന്നും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചോദിക്കാനോ അവരെ കാണാനോ സാധിച്ചിട്ടില്ല. എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൻ്റെ തിരക്കിലാണ്. കാരണം അത്രയേറെ ഒരു പടക്കങ്ങൾ സംഭരിച്ചു വെച്ചിരുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ അവിടെ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലും അതിൻ്റെ മറ്റു കാര്യങ്ങളിലുമാണ് ഉദ്യോഗസ്ഥരുള്ളത്. നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പുകപടലങ്ങളടക്കം പടർന്നിട്ടുണ്ട്. അതിവേഗം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റവരെ അടക്കം മെഡിക്കൽ കോളേജിലേക്ക് നീക്കുന്നു. മറ്റ് അടിയന്തര ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടി, അടിയന്തരമായിട്ടുള്ള നടപടികൾക്ക് വേണ്ടി അവർ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഫയർഫോഴ്സും മറ്റ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ആംബുലൻസുകളടക്കം വന്ന് കിടപ്പുണ്ട്. അതേപോലെ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. നിരവധി അഗ്നിരക്ഷാ സേന യൂണിറ്റുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം ഈ പുകയൊക്കെ പടർന്നിട്ടുണ്ട്. നമുക്ക് രാവിലെ തന്നെ നമ്മൾ ഈ പ്രദേശത്ത് എത്തിയപ്പോൾ തന്നെ അറിയാം, ഈ തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി വെച്ചിരുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ഒരു അത്യാഹിതം സംഭവിക്കുന്നത്. ആ സമയത്ത് തന്നെ, അതായത് ഇതുവരെ പൂരം കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള വലിയ രീതിയിലുള്ള ഒരു പൂരാഘോഷത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുള്ളത്. വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം ഓരോ ഭാഗത്തും പുരോഗമിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഭാഗത്താണ് ഈ വെടിക്കെട്ട് പുര സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് പരിക്കേറ്റവരെ അടക്കം നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ്, നമുക്ക് സൗണ്ട്, ഈ ശബ്ദം കേൾക്കാൻ പറ്റും. ഇപ്പോഴും ഈ പൊട്ടിത്തെറികൾ നടക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇതിന് തൊട്ട് സമീപങ്ങളിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിക്കുകയാണ്. സേവാഭാരതിയിലെ മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സജീവമായി പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. KP. അപ്പം സാനു, നമുക്കറിയാം, ഈ സാനു പറഞ്ഞതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിൽ വീടുകളുണ്ട്. ഒരു പാടശേഖരത്തിൻ്റെ നടുക്കാണ് ഈ ഒരു
വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 45ഓളം തൊഴിലാളികളാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അവരിൽ ചിലർക്കാണ് പരിക്കേറ്റത്. ഏതായാലും 3 പേരുടെ നില അല്പം ഗുരുതരമാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവരെയും പരിക്കേറ്റവരെയും ഒക്കെയും ആശുപത്രികളിലേക്ക്, മെഡിക്കൽ കോളേജുകളിലേക്ക് അടക്കം പ്രവേശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും പരിക്കേറ്റവരെ അപകട സ്ഥലത്ത് നിന്ന് മാറ്റുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം ഈ പ്രദേശത്ത്, ഈ സ്ഫോടനമുണ്ടായ പ്രദേശത്ത് നിന്നും തീ പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതും, അല്ലേ? ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനാണ് കൂടുതൽ പരിഗണന നൽകുന്നത്. ഇപ്പോഴും ആ പ്രദേശങ്ങളിൽ നിന്ന് ഈ തൊഴിലാളികളെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. KP, ഇതേ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഇതിൽ പരിക്കേറ്റിട്ടുള്ള തൊഴിലാളികളെ പുറത്തേക്ക് കൊണ്ടുവരും. നമുക്ക് ദൃശ്യങ്ങളിൽ അവിടെ നിന്ന് കാണാൻ സാധിക്കും. വലിയ പുക കാണുന്നുണ്ട്. അങ്ങനെ ഈ രക്ഷാപ്രവർത്തനം വലിയ തോതിൽ ഇവിടെ നടക്കുന്നു. ഈ ആളുകളെല്ലാം വളരെ വേഗത്തിൽ ഈ തൊഴിലാളികളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ആ പ്രദേശത്താണ് ഈ പൊട്ടിത്തെറി ഉണ്ടായെങ്കിൽ ഈ വളരെ വേഗത്തിൽ ഈ വാഹനങ്ങൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാരെല്ലാം വളരെ വേഗത്തിൽ ഓടിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. മറുഭാഗത്ത് ഇപ്പോഴും പൊട്ടിത്തെറി തുടരുന്നു എന്നുള്ളതാണ്. കാരണം ഏറെ ആശങ്കപ്പെടുത്തുന്ന സംഭവമാണ് അവിടെ നിന്നും. പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാനു, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ പുകപടലങ്ങൾ വ്യാപിക്കുന്നു. എന്നാൽ അഗ്നിരക്ഷാ സേന അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വിവിധ സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ, ഫയർഫോഴ്സ്, പോലീസ്, ഇങ്ങനെ നാടിൻ്റെ നാനാഭാഗങ്ങളിലുള്ള എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഒരേപോലെ മെയ് മറന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാവുകയാണ്. KP, ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ വന്നപ്പോൾ ഒരുപാട് വെടിപ്പുരകൾ അടക്കം ഇതിനകത്ത് നിരവധി ജീവനക്കാരിരുന്ന് പടക്ക നിർമ്മാണം നടത്തുന്നതൊക്കെ കണ്ടതാണ്. അവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ തീയും പുകയും അത് മാത്രമാണ്. ഒരു വിജനമായി കിടക്കുന്ന ഒരു പ്രദേശം. കാരണം മരങ്ങളടക്കം വലിയ സജീവമായിരുന്ന ഒരു പ്രദേശത്ത് എത്രത്തോളം ഭീകരമായിട്ടുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നു. പരമാവധി ഇതിനകത്ത് ഇനി ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലാണ് സ്ഫോടനമുണ്ടായത്. തത്സമയ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തീ പടർന്നു പിടിക്കുന്ന സാഹചര്യം. വലിയ വാർത്തയിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഒരു ഇടവേള കഴിഞ്ഞ്. Dilip Sarkis, study abroad. Europe is the hope. Dilip Sarkis is the path. AC-കൾക്ക് up to 50% ഡിസ്കൗണ്ടുമായി ഗോപു നദിരജീവ ചില്ലാക്സ് ഓഫർ, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ, 0% ഡൗൺ പേയ്മെന്റ് ആൻഡ് 0% ഇൻട്രസ്റ്റ്. ഈസി EMI, ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. കൂടാതെ നേടൂ നറുക്കെടുപ്പിലൂടെ 5 കാറുകൾ. ഗോപു നന്ദലജീമ, കേരളത്തിൽ എല്ലായിടത്തും. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. നന്ദി കേരളത്തിനും താങ്കൾക്കും ഫ്രം ആറ്റംബർഗ്. ഇന്ത്യസ് നമ്പർ 1 BLDC ഫാൻസ്. ഇന്ത്യയിലെ നമ്പർ 1? അതിന് എനിക്ക് എന്തിനാണ് നന്ദി? ചേട്ടാ, ഫസ്റ്റ് കേരളയുടെ നമ്പർ 1, പിന്നാലെ ഇന്ത്യയുടെ നമ്പർ 1. India's number 1 BLDC fans. Attenborough. What a fan! കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിൽ സ്ഫോടനം. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്താണ് സ്ഫോടനമുണ്ടായത്. നിരവധി തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാനു കെ സജീവ് ചേരുകയാണ്. സാനു, 45ഓളം തൊഴിലാളികളാണ് ആ ഒരു സംഭവ സ്ഥലത്ത് ജോലി ചെയ്തിരുന്നത്. എന്താണ് സംഭവിച്ചത്? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്?
കെ പി, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശത്താണ് ഇന്ന് അല്പസമയം മുമ്പ് വരെ ഈ തിരുവമ്പാടി ദേശത്തിന് വേണ്ടി, തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പടക്കങ്ങൾ നിർമ്മിച്ചിരുന്നത്. അവിടെ വളരെ വേഗത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ഇന്ന് വലിയ ചൂടുള്ള ദിവസമായിരുന്നു. അങ്ങനെ അല്പസമയം മുമ്പാണ് ഈ പൊട്ടിത്തെറി. നമുക്കിപ്പോൾ ഈ സമീപ പ്രദേശത്തുള്ള എന്തായിരുന്നു ചേട്ടാ സംഭവിച്ചത്? എങ്ങനെയായിരുന്നു? നിങ്ങളെങ്ങനെ? തൊട്ടപ്പുറത്തെ കൃഷി സ്ഥലത്ത് വന്നാണ്, വണ്ടിയിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് വളരെ വലിയൊരു ഭൂകമ്പം വരി പൊട്ടൽ വണ്ടി അടക്കം കുലുങ്ങി കിടന്നു. വണ്ടി കുലുങ്ങി ഞാൻ സത്യത്തിൽ നമ്മൾ ഞെട്ടിത്തിരിക്കാന്ന് ശരിക്കൊരു എർത്ത് വോയ്ക്കൊക്കെ ഉണ്ടാവുന്ന രൂപത്തിലാണ്. അപ്പോഴാണ് വലിയ ശബ്ദം കേൾക്കണേ. ഈ ഭാഗത്ത് നിന്ന് അപ്പം തന്നെ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് പാടശേഖരമായതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ 3 പേരെ ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയി. ഇപ്പോഴും വെടികെട്ട് അപകടങ്ങൾ അതിൻ്റെ ഉള്ളിൽ പൊട്ടൽ നടന്നുകൊണ്ടിരിക്കും. അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. 3 പേരെ ഓൾറെഡി കൊണ്ടുപോയി. ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അല്ല, അവിടെ ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് അവർ ഓടി രക്ഷപ്പെടുവോ അങ്ങനെ എന്തെങ്കിലും കാണാം? അപൂർവം ചില ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടാവാം. പക്ഷേ അത്രയും തീയും പുകയാണ് കാണുന്നത്. ഈ ഭാഗത്തേക്ക് ഒന്നും കണ്ടായിരുന്നു, അത്രമാത്രം തീയും പുകയാണ്. നമ്മൾ ഇതുവരെ മാധ്യമങ്ങളിൽ പോലും കാണാത്ത അത്രമാത്രം തീയും പുകയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട്. അത്രയും ഭയാനക 3 തവണയായിട്ട് വലിയ ശബ്ദങ്ങൾ. രക്ഷാസേനയ്ക്ക് അടക്കം അങ്ങോട്ട് കടന്നില്ല. പറ്റില്ല. മിനിമം ഒരു 100 മീറ്റർ, 150 മീറ്റർ, 200 മീറ്റർ ഒക്കെ അകലെ നിന്ന് മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് നടന്ന് തന്നെ വരാൻ പറ്റുള്ളൂ. ഒരു വാഹനം എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ്. അകപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇനിയോ അതുണ്ടാവാതിരിക്കട്ടെ. പക്ഷേ കൺട്രോൾ ചെയ്യാൻ കുറച്ചെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇത് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ആളുകൾക്ക് നടന്നു വരാമെന്നല്ലാതെ, ഫയർഫോഴ്സ് ആയാലും പോലീസായാലും നാട്ടുകാരായാലും നടന്നു വരാമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യും. അതുമാത്രമല്ല, വലിയ അപകടം ഓരോ മൊമെൻറ്റിലും വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുക. വീണ്ടും കുറേ അധികം ഷെഡുകൾ ഉണ്ടായിരുന്നു. ആ ഷെഡുകൾ മുഴുവൻ പല സ്ഥലത്തായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്ന കാരണമാണ് ആളുകൾക്ക് രക്ഷാപ്രവർത്തനത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. കെ പി, അതേപോലെ തന്നെ നമ്മൾ രാവിലെ വരുമ്പോഴേക്കും പ്രവേശന കവാടത്തിൽ ഒരു തരത്തിലുള്ള, അതായത് മുകളിൽ പോയി പൊട്ടുന്ന പടക്കങ്ങൾ ഉണ്ടാക്കുന്നു. അതിന് തൊട്ട് സമീപത്തായിട്ട് ഈ കുഴിമിന്നൽ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വലിയ ശബ്ദ തരംഗം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പടക്കങ്ങൾ നിർമ്മിക്കുന്നു. അതിന് പിൻഭാഗത്ത് ഓലപ്പടക്കങ്ങൾ നിർമ്മിക്കുന്നു. അങ്ങനെ പല സെക്ഷനായിട്ട്, പല വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ട് സ്ത്രീ തൊഴിലാളികളും പുരുഷ തൊഴിലാളികളടക്കം നിരവധി ആളുകൾ ഒരേ സമയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3 പേരെ മാത്രമാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളതെന്നാണ്. ഇനി 40-45-ലധികം തൊഴിലാളികളുണ്ടായിരുന്നു. ഇപ്പോഴും പൊട്ടിത്തെറി കേൾക്കുകയാണ്. പല ഷെഡുകൾ ഇതിനുള്ളിലുണ്ടായിരുന്നു. ആ ഷെഡുകളൊന്നും നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ടില്ല. എല്ലാം ഒരു തീഗോളമായിട്ട്, ഒരു നിമിഷം കൊണ്ട് ഒരു തീഗോളമായി മാറിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതേപോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണാം തെങ്ങിൻ്റെയൊക്കെ മുകളിൽ ഓലകളടക്കം കരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി. അതായത് അത്ര വലിയ പ്രകമ്പനത്തോടു കൂടി വലിയ തീഗോളമായിരുന്നു ഇവിടെ രൂപപ്പെട്ടത്. ആ പൊട്ടിത്തെറിക്ക് ഒരു നിമിഷം കൊണ്ട് പൊട്ടിത്തെറിച്ചു, ഒരു നിമിഷം കൊണ്ട് തീഗോളമായി അവസാനിച്ചു എന്നാണ് ഈ ദൃക്സാക്ഷികളടക്കം പറയുന്നത്. എന്നപ്പോൾ ഈ അത്ര രീതിയിലുള്ള, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗങ്ങളിൽ പോലും പല ഭാഗങ്ങളിലായിട്ട് ഈ പൊട്ടിത്തെറിച്ചതിൻ്റെ അംശങ്ങൾ വന്ന് കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഇതിനടുത്തേക്ക് നമുക്ക് ഇതുവരെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർക്കടക്കം ചെല്ലാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും പൊട്ടിത്തെറി ഉണ്ടാവുന്നു.